നമസ്കാരം, എല്ലാവർക്കും സോനസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ ഒഴിച്ചുകറിയുടെ അതായത് വെള്ളരിക്ക മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിപ്പം ഈ വെള്ളരിക്കയുടെ മുഴുവൻ എടുക്കുന്നില്ല, ഒരു പകുതി ഭാഗം മാത്രം നമുക്ക് മോരുകറിക്കായിട്ട് മതി. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. ഈ മോരുകറിൻ്റെ കൂടെ എനിക്ക് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ഇഷ്ടമുള്ളത് വൻപയർ മസാലയാണ്. അപ്പോൾ ഞാൻ വൻപയർ മസാലയുടെ റെസിപ്പി മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം, കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കുക്കിംഗ് ട്രാവൽ വീഡിയോസാണ് മെയിനായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മളിത് വൃത്തിയാക്കുന്ന സമയത്ത് ഇതിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കാം. അതായത് ചില വെള്ളരിക്കയ്ക്ക് കയ്പുണ്ടാവും. അപ്പോൾ കയ്പുള്ളത് മോരുകറിക്ക് അത്ര നല്ലതായിരിക്കില്ല, നല്ല സ്വാദായിരിക്കില്ല. അപ്പം അത് നോക്കിയിട്ട് നമുക്ക് കറിക്ക് ഉപയോഗിക്കാം. അപ്പം ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മളിപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കാം. ഞാനിപ്പോൾ മൺപാത്രത്തിലാണ് നമ്മുടെ കറി വയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. നമുക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെള്ളരിക്ക മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനിപ്പം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് മുഴുവനായിട്ടും തണുപ്പ് പോയ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഒരു 4-5 ടേബിൾ സ്പൂണോളം തേങ്ങ എടുക്കുന്നുണ്ട്. ഇത് മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2-3 ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഒരെണ്ണം നമ്മൾ കറിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരെണ്ണം മതി. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് വെള്ളം അരയ്ക്കാൻ ആവശ്യമായ. പിന്നെ ജീരകം 1/4 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഫൈനായിട്ട് അരച്ചിട്ട് വരാം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് എടുക്കാം. ഞാനിവിടെ അൽറബാബിയുടെയാണ് എടുത്തിരിക്കുന്നത്. ഒട്ടും പുളിപ്പില്ലാത്തതാണ്. നമ്മുടെ മോരുകറി ശരിക്കും ഒരു ദിവസമൊക്കെ തലേദിവസമൊക്കെ വെച്ചെടുക്കുന്നതെങ്കിൽ നല്ല ആവശ്യത്തിന് പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും. ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിക്കേണ്ട, കൈ കൊണ്ട് തന്നെ ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിക്കുമ്പം വെള്ളം പോലെ ആയിപ്പോവും. അപ്പം നമ്മുടെ കറി വെള്ളരിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെന്ത് വരുമ്പം നമ്മുടെ വെള്ളരിക്ക നല്ല ട്രാൻസ്പെറൻറ്റ് പോലെ ആവും. കണ്ടോ, ഇതേപോലെ ആവും. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. നമുക്ക് 2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ഇപ്പം ചേർത്ത് കൊടുക്കണ്ട. നമ്മുടെ കറി നമുക്ക് ഓഫാക്കി ഇടാം. കറിച്ചട്ടിയിലാകുമ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടി ഒന്ന് തിളവന്നുകൊണ്ടിരിക്കും. അപ്പം അതിനുശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കടുക് താളിക്കാം. അതിനായി നമുക്ക് പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടി വരട്ടെ കടുകൊക്കെ. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വറ്റൽമുളകും കറിവേപ്പിലയുമാണ്. ഒപ്പം തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ കറിയിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. പൂർണ്ണമായും തണുപ്പ് മാറിയതിന് ശേഷം കേട്ടോ നമ്മൾ, തൈരിന് ഒട്ടും തണുപ്പില്ല കറിയിലേക്ക് ചേർക്കുമ്പം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. നല്ല ടേസ്റ്റുമാണ് ചോറിൻ്റെ കൂടെ ഈ മോരുകറിക്ക്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ, ഓഫായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പം മിക്സ് ചെയ്യണ്ട, നമ്മൾ ഉണ്ണാനായിട്ട് എടുക്കുന്ന സമയം വരെയും ഇത് അടച്ച് തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഇപ്പം അടച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വെള്ളരിക്ക മോരുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമൻറ്റ്സിലൂടെ അറിയിക്കാനും മറക്കല്ലേ. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജോടെ ഒന്ന് ഫോളോ ചെയ്യണേ. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ആണ് മെയിനായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്